ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കിച്ചൺ ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയാം. അപ്പോൾ ഞാൻ കിച്ചൺ ക്ലീൻ ആക്കാൻ വേണ്ടി വന്നപ്പം കുറേ ക്യാൻഡിൽസ് ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ ഒഴിവാക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഈ ഒരു കണ്ടെയ്നർ കണ്ട് ഗ്ലാസിൻ്റെ. അപ്പോൾ ഞാൻ വിചാരിച്ചതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാമല്ലോ. അപ്പോൾ ഞാനൊരു കുറച്ച് പഴകിയ പാത്രത്തിലേക്ക് നമ്മൾ കാൻഡിൽസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ച് പഴയതാണ്, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല. അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളിങ്ങനെ കാൻഡിൽസൊക്കെ ഉണ്ട് മെൽറ്റാക്കി വേറെ ബൗളിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇളക്കാൻ വേണ്ടി എടുക്കുന്ന സാധനം ഞാൻ യൂസ് ചെയ്യാത്ത സാധനം അതാട്ടോ എടുത്തത്. ഇനിയിപ്പോൾ ഇതൊന്ന് മെൽറ്റാക്കാം. ഞാൻ ഇതാക്കുമ്പം ഇത്ര പ്രതീക്ഷയില്ലായിരുന്നു അടിപൊളിയാവുന്നുള്ളത്, പക്ഷേ ആക്കി കഴിഞ്ഞപ്പം നല്ല സെറ്റായിട്ട് വന്നിക്കണ്. അങ്ങനെ ഇതെല്ലാം മെൽറ്റാക്കാണ്. ഇനി ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു നൂല് വേണം, കട്ടിയുള്ള നൂല് വേണം. അല്ലാന്നുണ്ടെങ്കിൽ എന്തിനെങ്കിലും കയറുണ്ടാവില്ലേ, വണ്ണം കുറഞ്ഞ അതായാലും മതി. പിന്നെ അതുപോലെ തന്നെ ഒരു അരിപ്പ വേണം. ഈ അരിപ്പ ഞാൻ ഒഴിവാക്കിയ അരിപ്പാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തുനിന്ന് എടുത്തുകൊണ്ടുവന്നതാണ്. ഇനി ഇതൊന്ന് ആദ്യം ഇങ്ങനെ കെട്ടി വെക്കാം, എന്നിട്ട് ഇതിലേക്ക് അരച്ചിട്ട് അതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുന്നുണ്ട്. ഞാൻ കിച്ചൺ ക്ലീനായി ഫുള്ളാവുന്നതിന് മുന്നേ തന്നെ ഈ ക്യാൻഡിൽ ഇവിടെ റെഡിയായി വന്നിക്കണ്. ഇനിയിപ്പോൾ നമുക്കിത് അരച്ചിട്ട് ഈ ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് വെക്കാം. ഇത് എനിക്ക് തോന്നുന്നത് റെഡ് കളറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, പക്ഷേ ഇതും കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട്. ഞാൻ ഒഴിവാക്കാൻ വെച്ച സാധനമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപയോഗം ഉണ്ടായപ്പം അത് അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ആരടുത്തെങ്കിലും ഇങ്ങനത്തെ കാൻഡിൽസ്, ഇനിയിപ്പോൾ വൈറ്റ് കാൻഡിൽസ് ആണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് കളർ ആഡ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തന്നെ ആയിക്കിട്ടും കേട്ടോ. ഇനി ഇത് സെറ്റായി വരട്ടെ. ഇനി ഞാൻ ക്ലീനാക്കാൻ തുടങ്ങുകയാണ്. ഇങ്ങനെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ആക്കുന്നത് എപ്പോഴെങ്കിലാണ്. അല്ലാണ്ട് നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കലുണ്ട്, കബോർഡ് അതേപോലെ എപ്പോഴെങ്കിലൊക്കെ. പക്ഷെ ഇങ്ങനെ എല്ലാ സാധനവും എടുത്തിട്ട് ക്ലീൻ ആക്കൽ എപ്പോഴെങ്കിലൊക്കെ ആണ്. പിന്നെ ഈ എടുക്കുന്ന സാധനമൊന്നും ഞാൻ കഴുകുന്നില്ല, കാരണം ഇതൊക്കെ കഴുകിയാൽ ഉണക്കിയിട്ടല്ലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള സമയമില്ല, കാരണം എനിക്ക് 2 ചെറിയ മക്കളാണ്. അപ്പം ചെറിയ മോന് ഉറങ്ങുന്ന സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യൽ. അപ്പോൾ ഞാൻ ഈ പാത്രങ്ങളൊക്കെ എടുക്കുന്ന സമയത്താണ് കണ്ടത് എനിക്കിഷ്ടപ്പെട്ട നമ്മളൊരു ഫ്രൈ പാൻ എന്ന് പറയാം, നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുന്ന ഒരു പാത്രം ഉണ്ടായിരുന്നു. അതിൻ്റെ കൈയുണ്ട് പൊട്ടിക്കെടുക്കുന്നത്. അത് കണ്ടപ്പം അതെങ്ങനെ പൊട്ടിയെന്ന് എനിക്കറിയില്ല, അത് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി കേട്ടോ. പിന്നെ ഞാൻ ഇതിന്ന് കുറച്ച് നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി വെച്ചിരിക്കണം. അതാണ് ഞാൻ ആ സൈഡിലേക്ക് വെച്ചത്, ക്യാമറയിൽ കാണിക്കാതെ. ഇതാ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫുൾ പൂപ്പൽ പോലെ വന്നും ചെയ്ത്. ഇതിൻ്റെ കൈയുണ്ട് പൊട്ടിക്കെടുക്കുന്നത്, പക്ഷെ ഇത് പൊട്ടിയതല്ല, അങ്ങനെ പൊടിഞ്ഞു പോയതാ തോന്നുന്നു, കാരണം കബോർഡിൻ്റെ ഉള്ളിൽ ഫുൾ പൊടി പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പാത്രങ്ങൾക്കൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല, ഇതൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മൾ കഴുകിയിട്ട് ഉണക്കിയിട്ട് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. പിന്നെ ഈ വെക്കുന്ന വയലറ്റ് പാത്രം അതുപോലെ തന്നെ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് വാങ്ങിയതാണ്. അതിൻ്റെ ഉമ്മ വാങ്ങി തന്നിരുന്നു, പക്ഷെ അതൊന്നും നമ്മൾ അങ്ങനെ യൂസ് ആക്കിയിട്ടില്ല. അത് കഴുകി ഉണക്കിയിട്ട് വെള്ളം പൊക്കിയിട്ട് തന്നെ വെക്കൽ, പക്ഷെ എന്നിട്ടും അതിലൊക്കെ എന്തോ വെള്ളപ്പൂപ്പൽ പോലെ ഇങ്ങനെ വരുന്നു കേട്ടോ. അപ്പോൾ ഞാനതിന് കഴുകാൻ നിൽക്കുന്നില്ല, കാരണം അത് കഴുകാൻ നിന്നാൽ അത് പിന്നെ ഉണങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. പിന്നെ അത് എടുത്തേക്കാൻ കയ്യിൽ എത്രയും വൃത്തിക്ക്, കാരണം മോനെണീറ്റാൽ ഓനിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. പിന്നെ ഈ മുടി വേറെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചില്ലേ, ആ പാത്രത്തിൻ്റെതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ പാത്രങ്ങൾക്കൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ അടുത്ത് നിക്ഷാന്ന് വാങ്ങി, അത് വാങ്ങിയിട്ട് കുറച്ചായിട്ടോ, പക്ഷെ അതിനൊന്നും സംഭവിക്കുന്നില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല അടിപൊളി സാധനം. ഞങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാത്തിനൊന്നുമില്ല, ചില പാത്രങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ വെച്ച ബ്ലാക്ക് പാത്രത്തിനൊന്നും ഒന്നുമില്ല. പിന്നെ ഈ ഒരു ഗ്രീൻ ഇതിനും അതേപോലെ തന്നെ ഉള്ളിൽ എന്തോന്ന് ആവുന്നുണ്ട്.
ഇനി ഞാൻ ഷെൽഫൊക്കെ വൃത്തിയാക്കാൻ വിചാരിച്ച് ഇതിൽ 3 ഷെൽഫാണ് ഉള്ളത്. അതിൻ്റെ അടിയിൽ ഞാൻ നമ്മൾ ക്രോക്കറി ഐറ്റംസിൽ, അതായത് പ്ലേറ്റ്, ബൗള്, അതൊക്കെയാണ് വെക്കൽ. അത് ഏതെങ്കിലും ഒരു ഡിന്നർ സെറ്റ് ഞാൻ എടുത്ത് ഞാൻ അവിടെ വെക്കും. ഇതിൽ വെക്കുന്ന ഡിന്നർ സെറ്റാണ് അധികവും ഞാൻ ഗസ്റ്റ് വന്നാൽ എടുക്കൽ. ഇനിയിപ്പം അതിലുള്ള പൊടിയൊക്കെ ഞാനിങ്ങനെ എടുത്ത് മാറ്റാണ്. പിന്നെ പ്ലേറ്റ് വെക്കാനായിട്ട് നമുക്ക് മുകളിലൊരു ഡോറുണ്ട്. ഇത് പിന്നെ എക്സ്ട്രാ അതിൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ വെക്കുന്നത് കാണുമ്പോൾ വിചാരിക്കേണ്ട പ്ലേറ്റ് വെക്കാനുള്ള സ്ഥലമില്ല. അത് നമുക്ക് മുകളിലൊരു ഡോറുണ്ട്, അതിൽ പ്ലേറ്റും ഗ്ലാസും വെക്കാം. പിന്നെ എക്സ്ട്രാ ഇതുകൂടെ ഉള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് എല്ലാ സാധനവും വെക്കാണ്. പിന്നെ ഞാൻ കുക്കിംഗ് വീഡിയോ ഇടുന്നതിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ കാണുന്നത് ക്ലീനിങ് വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എടുത്തത്. ഇതിൽ തന്നെ ഞാൻ കുറേ ഭാഗം കട്ട് ചെയ്തേക്കണം. ഞാൻ ഫുള്ളും അങ്ങനെ ക്ലീൻ ആക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല, കാണുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. അങ്ങനെ ആ ഷെൽഫ് ഞാൻ നല്ല ക്ലീനാക്കി വെച്ച് ഇനി നമുക്ക് അടുത്ത ഷെൽഫ് തുറന്നപ്പോൾ അതിൽ കുറേ സാധനങ്ങളുണ്ട്. കാരണം ഞാൻ ഇടയ്ക്ക് പെട്ടെന്ന് കേക്കൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് പാത്രം കഴുകി തുടച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അതിലേക്ക് വെക്കും, വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒക്കെ ഇങ്ങനെ ചെതറി കിടക്കുകയാണ്. അപ്പോൾ ഇനി ഇത് ഓരോന്നും എടുക്കണം. അപ്പോൾ ഞാനങ്ങനെ പെട്ടെന്ന് വെക്കുന്നതിനുണ്ട് തന്നെ ചില സമയത്ത് വെള്ളം ഉണ്ടാവലുണ്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുകി തുടയ്ക്കും, എന്നാലും കുറച്ചുണ്ടാവില്ല. അപ്പം ഞാനിതിൽ ഒരു പേപ്പർ ഇങ്ങനെ വിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവിടെ ഒട്ടി പിടിച്ചു പോയി. അങ്ങനെ പിന്നെ കുറച്ച് ഒരുത്തിയപ്പം കുറച്ചിങ്ങോട്ട് പോകുന്നു. പിന്നെ കുറേ ഒരുതാൻ നിന്നില്ല, അവിടെ സ്ക്രാച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ കുറേ ഒരുതാൻ വേണ്ടി നിന്നില്ല കേട്ടോ. പിന്നെ ഈ ഒരു റെഡ് സാധനം ഇല്ലേ, അത് മോമോസ് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷെ ഇതുവരെ അത് വാങ്ങിയതിന് ശേഷം മോമോസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഉണ്ടാക്കണം. ഇത് പിന്നെ നമ്മളെ ചോപ്പറിൻ്റെ ബ്ലേഡാണ്. ചോപ്പർ ഞാൻ ഇതേപോലെ ഓഫറിൽ വാങ്ങിയതായിരുന്നു. പക്ഷേ ചോപ്പറിൻ്റെ കയർ വേഗം പൊട്ടി പോയി, ബ്ലേഡിനൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പം ഈ ഒരുതുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇത് നമ്മൾ വെളുത്തുള്ളി പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കുമല്ലോ, അങ്ങനെ ഞാൻ ഓൺലൈനിലൊക്കെ കണ്ടിട്ട് വാങ്ങിയതാണ്. പക്ഷേ എനിക്ക് വലിയ ഉപകാരമായിട്ട് തോന്നിയില്ല. കാരണം വെളുത്തുള്ളി നല്ല പ്രസ് ചെയ്താക്കണം. പിന്നെ നമ്മൾ സാധാ ചതച്ചെടുക്കുന്ന തന്നെ നല്ലത് എനിക്ക് തോന്നി. ഇതിനോണ്ട് എനിക്ക് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത് ഒരുതാനുള്ള ഉപകാരമാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ പറയാൻ ഓവർ ഒരുതി പോക്കാൻ നിന്നില്ല, കാരണം വരുന്നുണ്ട്, സ്ക്രാച്ച് പോലെ ഇങ്ങനെ വരുന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ എല്ലാ സാധനവും അതിലേക്ക് തന്നെ വെക്കാണ്. മെഷറിംഗ് കപ്പൊക്കെ ഞാൻ എടുത്ത് കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് പണി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് വെക്കും, അത് കറക്റ്റൊന്നും വെക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഈ സ്പൂണ് മെഷറിംഗ് സ്പൂണാണ്. ഇനി ആ കബോർഡും കഴിഞ്ഞ് പിന്നെ ഇതിൽ താഴത്തെ ഷെൽഫത്തെ കുറച്ച് ബൗളുണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ താഴത്തേക്ക് തന്നെ വെക്കാണ്. ഇനി ഇതാ ഈ ഒരു ഫസ്റ്റത്തെ ഷെൽഫ്, ഇതിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. ഞാൻ ഒരു കള്ളിയിൽ കയ്യിൽ മാത്രം ഇടാം, ഒരു കള്ളിയിൽ സ്പൂൺ ഇടാം, ഒരു കള്ളിയിൽ കത്തി, പീലർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടൊക്കെ റെഡിയാക്കി വെക്കും. പക്ഷേ നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പാത്രം എടുത്തേക്കുന്ന സമയത്ത് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോവും. അങ്ങനത്തെ ഒരാളാണ് ഞാൻ തന്നെ ക്ലീനാക്കും, എന്നിട്ട് ഞാൻ തന്നെ പെട്ടെന്ന് തീർക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും, അത് പിന്നെയും ക്ലീനാക്കും. അങ്ങനെയാണ് എൻ്റെ പണി. പിന്നെ ഈ ഒരു കത്തി നമ്മൾ ടൗണിൽ പോയപ്പോൾ വെറുതെ വാങ്ങിയതാണ്, കണ്ടപ്പോൾ ഒരു പൂതി തോന്നി അങ്ങനെ വാങ്ങിയതാട്ടോ. അതിനോണ്ട് ഇതുവരെ ഒന്നും യൂസ് ആക്കിയിട്ടില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മോനുണ്ട്, മൂത്ത മോനിക്ക് 4 വയസ്സായിട്ടുള്ളൂ. ഓന് കത്രിക എടുത്തിട്ട് ഈ ബൂസ്റ്റിൻ്റെ ഹോർലിക്സിൻ്റെ കവർ കട്ട് ചെയ്തിട്ട് അതിൽ തന്നെ ഇട്ട് അങ്ങ് പോവും. അപ്പോൾ ഇത് ക്ലീൻ ആക്കുന്ന സമയത്തേക്ക് ഇത് കാണാം, അതിൻ്റെ കട്ട് ചെയ്ത കുറേ ചെറിയ ചെറിയ പീസ് നിങ്ങൾക്ക് കാണാം. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ച് ഈ കത്തികളൊക്കെ ഈ ഒരു സൈഡിൽ വെക്കാം. എനിക്ക് തോന്നി വേണ്ട, അതിന് കത്തികൾ കുറേ ഉണ്ട്, ഞാൻ എൻ്റെ വർക്ക് ഏരിയയിലും കുറേ വെച്ചിരിക്കണം. അപ്പോൾ അതും ഞാൻ എടുത്ത് ഇതിലേക്ക് തന്നെ വെക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ നിക്ഷാന്ന് തന്നെ വാങ്ങിയതാണ് ഓഫറിൽ. പക്ഷെ നല്ല മൂർച്ചയുണ്ട് കേട്ടോ കത്തി, അത് 4 എണ്ണം 5 എണ്ണം അങ്ങനെ എന്തോന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വർക്ക് ഏരിയത്തെ കത്തിയും കൂടി എടുത്തിട്ട് ഈ ഒരു ഷെൽഫിലേക്ക് തന്നെ വെക്കാണ്. ഇനി ബാക്കിയിലൊക്കെ ഞാൻ കുറേ ഭാഗം ഞാൻ കട്ടാക്കിക്കാണ്, കാരണം നിങ്ങൾക്ക് ബോറടിക്കേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ നെസ്റ്റോന്ന് 2 പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഈ
ചട്ടകം അതൊക്കെ ഇല്ലേ, അതൊക്കെ മരത്തിൻ്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ അതൊക്കെ ഉണക്കിയിട്ട് തന്നെ വെക്കുന്നത്. പക്ഷെ അതെല്ലാം അതിൻ്റെ മുകളിൽ ഒരു കറുപ്പ് കുത്തു വന്നു. 2 പ്രാവശ്യം വാങ്ങി, 2 എണ്ണം വാങ്ങിയതിനും അങ്ങനെ വന്നിട്ടുണ്ട്. അത് അതിലൊന്നാണ് ഞാൻ ആ ക്യാൻഡിൽ ഇളക്കാൻ വേണ്ടി എടുത്തത് കേട്ടോ. മെൽറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉപയോഗിക്കാത്ത ചട്ടകം എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കള്ളി ഒരു കുറച്ച് ദിവസമായിട്ടുള്ളൂ ക്ലീൻ ആക്കിയിട്ട്. ഇതിൽ ഫുൾ നമ്മളുടെ കണ്ടെയ്നേഴ്സ് അങ്ങനത്തെ പാത്രങ്ങളാണ്. പിന്നെ ചെറിയ ചെറിയ ബൗളുകളൊക്കെയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ അങ്ങനെ തുറക്കലില്ല ഈ ഒരു ഷെൽഫ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നല്ല ടൈറ്റ് കുടുങ്ങിക്കണം. അത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് വരേണ്ടതാണ്. പക്ഷെ നമ്മൾ പെട്ടെന്ന് പണിയെടുക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെക്കും നമുക്ക് വേണ്ടി മസാലപ്പൊടികൾ. അപ്പോൾ അത് എടുക്കും, മറ്റേത് ഉള്ളിലേക്കാണ്. അപ്പോൾ അത് അവിടെ അങ്ങനെ ടൈറ്റായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചത് മുനീർക്ക് വന്നിട്ട് രാത്രി അത് റെഡിയാക്കുക, അപ്പം ആ കള്ളി മാത്രം ക്ലീനാക്കുക. പിന്നെ നമ്മളെ ഗ്യാസ് അടുപ്പ് അതവിടെ ഗ്യാസും കുറ്റിയാണ് വെച്ചത്. അപ്പോൾ അതും ഞാനിപ്പോൾ ക്ലീനാക്കാൻ നിൽക്കുന്നില്ല. അതൊക്കെ എടുക്കുകയാണെങ്കിൽ എന്തായാലും മുനീർക്ക് വേണം. പിന്നെ ഈ ഒരു 2 കള്ളിയിൽ നമ്മൾ ആ കാസ്ട്രോള് പിന്നെ കുഞ്ഞി ബൗളുകളുണ്ട്. പിന്നെ ഇപ്പുറത്തില്ല, ഞാൻ പറഞ്ഞ നിക്ഷാന്ന് നല്ല ക്വാളിറ്റിയുള്ള സാധനം ഞാൻ വാങ്ങി, അതൊന്നും ഇതുവരെ ആയിട്ടില്ലാന്ന്. ആ പാത്രങ്ങളൊക്കെയാണ് കേട്ടോ ഇത് നല്ല അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് അവിടെ പോയാൽ തന്നെ കാണാം. അവർ ഈ കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ സൈഡിൽ തന്നെ അവരുടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കണം. ഈ 4 സെറ്റ് അത്യാവശ്യം പ്രൈസ് ഉണ്ട്, എന്നാൽ അതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പം ഞാൻ അതിന് ഓരോന്നും എടുത്തിട്ട് പിന്നെ അവിടെ ക്ലീൻ ആക്കിയിട്ടാണ് ഇതെല്ലാം അതിലേക്ക് വെക്കുന്നത്. ഞാൻ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഈ കള്ളിയിൽ അതേപോലെ തന്നെ ഓവർ പൊടിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എടുത്തിട്ട് പിന്നെ അതുപോലെ തന്നെ വെച്ചാൽ അതാ നല്ലത്. പക്ഷേ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ വേഗം അതിൻ്റെ ഉള്ളിലേക്ക് വെക്കും. കാരണം മോൻ ഉറങ്ങുന്ന സമയത്തായിരിക്കും കുക്ക് ചെയ്യുക. ഉമ്മ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഉമ്മ ഇല്ലാത്ത സമയത്ത്, ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് മോന് ഉറങ്ങുന്ന സമയം നോക്കിയിട്ടാണ് കുക്ക് ചെയ്യുക. അപ്പോൾ ഓൻ എണീക്കുമ്പോൾ തന്നെ എൻ്റെ കിച്ചണത്തെ പണി കഴിഞ്ഞിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഓൻ ഇവിടെ അടുത്ത് ഇങ്ങനെ വന്നിരുന്ന് കരയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗമൊക്കെ എടുത്തേക്കുമ്പോൾ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ അതൊന്ന് ക്ലീനാക്കി വെക്കാനേ ഉള്ളൂ. വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഈ ഒരു കബോർഡിലില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഫസ്റ്റത്തെ കള്ളി വൃത്തിയാക്കി. രണ്ടാമത്തേൽ കാസ്ട്രോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ഒരു കള്ളിയിൽ കാസ്ട്രോൾ മാത്രം വെക്കുക, ബാക്കി എല്ലാം പുറത്തേക്ക് എടുക്കാമെന്ന്. പിന്നെ ഈ പ്ലേറ്റൊക്കെ നമ്മൾ മറ്റേ കബോർഡിൽ വെക്കേണ്ടതായിരുന്നു. അത് ഞാൻ ഇവിടെ ആട്ടോ വെച്ചത്. അങ്ങനെതാ ഞാൻ കബോർഡൊക്കെ ക്ലീനാക്കി കഴിഞ്ഞിരിക്കണം ഏകദേശം. പിന്നെ ഇവിടെ ഞാൻ ക്ലീനാക്കുന്ന വീഡിയോ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതാ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ക്യാൻഡിൽ അപ്പോൾ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത്, അതായത് ആ ത്രെഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. ഇനി കാര്യമായിട്ടുള്ളത് ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കാനാണ്. ഇത് നമ്മൾ ഡെയിലി ക്ലീൻ ആക്കലുണ്ട്. പക്ഷേ ഇത് എയർ ഫ്രയർ അതുപോലെ തന്നെ ഓവൺ അതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് പൊടി പോവല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ടൊന്ന് ക്ലീൻ ആക്കാനുണ്ട്. പിന്നെ ഞാൻ ക്യാൻഡിൽ മെൽറ്റാക്കുമ്പോൾ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് പോക്കാനുണ്ട്. പിന്നെ ഈ ഒരു സെറ്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ കുറച്ച് മുന്നേ ഓൺലൈനിലൊക്കെ ട്രെൻഡായ സമയത്ത് ഞാൻ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. പക്ഷേ വാങ്ങിക്കുന്ന സമയത്ത് അവർ പറഞ്ഞത് ചൂട് തട്ടിയാലൊന്നും ആവില്ല എന്നാണ്. പക്ഷേ എൻ്റേത് ചൂട് തട്ടുമ്പോൾ ഇങ്ങനെ പൊന്തി വരാ, ഉരുകി പോവുക, അങ്ങനെയൊക്കെ ആവുന്നുണ്ട് കേട്ടോ.
പലതും അങ്ങനെ അയക്കണ്, ഫുള്ളല്ല എന്നാലും ഒരു രണ്ട് മൂന്നോ നാലെണ്ണം അങ്ങനെ അയക്കണ്. അങ്ങനെ ഇനിതാ ഞാൻ ഈ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ അത് ഫ്രൈ പാൻ വെക്കുന്ന ഒരു സ്റ്റാൻഡ് കുറച്ചായിട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്നിട്ട് വാങ്ങിച്ചതാണ്. അത് നല്ല ഉപകാരമാണ്. ഇങ്ങനെ ക്ലീൻ ആക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഓരോ സാധനങ്ങൾ കിട്ടുക കേട്ടോ. പിന്നെ ഈ ഒരു റേഡിയോ കുറേ മുന്നേ ഉള്ളതാണ്. ഇതിൽ ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് ഇതിൻ്റെ രാവിലെ കുക്കൊക്കെ ചെയ്യുമ്പോൾ ഇതിലേക്ക് പാട്ടൊക്കെ വെക്കലുണ്ട്. അല്ലാത്തപ്പോൾ ഇതങ്ങനെ ഉപയോഗിക്കലില്ല. ഇനിതാ ഈ ഒരു സൈഡാണ് ക്ലീൻ ആക്കാനുള്ളത്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ ഈ മിക്സീൻ്റെ ഫുൾ വീഡിയോ. ഇത് ഞാൻ കുറേ ആയി വാങ്ങണം വിചാരിക്കുന്നു. കാരണം എല്ലാവരും വീഡിയോസ് കാണുമ്പോൾ അതിൽ കാണലുണ്ട്. പിന്നെ ഭയങ്കര ഉപകാരം അത്. വീട്ടിൽ നമ്മൾ ജ്യൂസൊക്കെ അടിക്കുന്ന ആൾക്കാർ, അതുപോലെ മക്കൾ, ചെറിയ ബേബീസ് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും മിക്സിയിൽ അടിച്ചിട്ട് ചില ഫുഡൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോഴൊക്കെ ഇത് നല്ല യൂസ്ഫുള്ളാണെന്ന് ഞാൻ കുറേ ആയി കാണുന്നത്. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്ക് നല്ല ഉപകാരമാണ് കേട്ടോ ഈ ഒരു മിക്സി. അങ്ങനെ ഇനിയിപ്പോൾ അതാ ഞാൻ ഈ ഒരു മാറ്റ് തുടച്ചെടുക്കുകയാണ്. അതിൻ്റെ അടിയിലും തുടയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അത് എയർ ഫ്രയറിൻ്റെ കുറച്ച് സൈഡിലേക്ക് തന്നെ ആക്കി നീക്കി വെച്ച്. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി ഇതിൽ ഏതൊക്കെയാണ് വെക്കേണ്ടതെന്നുള്ളത്. പിന്നെ ഞാനവിടെ ക്യാൻഡിലും പിന്നെ വേറെ ഒരു സ്മെല്ലിനുണ്ടാവുന്ന ഒരു സാധനം കൂടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു 2 കുഞ്ഞി ഭരണി ഞാൻ അവിടെ വെക്കലുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഞാൻ നേരെ അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു വിൻഡോ ഉണ്ട്, അതിൻ്റെ സൈഡിൽ വെച്ച് അങ്ങനെ അവിടെയും ക്ലീനാക്കി കഴിഞ്ഞ്. ക്ലീനാക്കി കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനം, ഒരു ഫ്രഷ് ഫീലിംഗ് ആണ് കേട്ടോ ഇത് കിച്ചൺ കാണുമ്പോൾ തന്നെ. ഇനി നമ്മളെ ഗ്യാസ് അടുപ്പിൻ്റെ സൈഡിലേക്ക് ഞാൻ ഒക്കെ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ എടുത്തൊന്ന് സെറ്റാക്കി വെക്കണം. പിന്നെ ഞാൻ ഈ ഓയിലും വെളിച്ചെണ്ണ വെക്കുന്ന ആ ട്രേയും ജസ്റ്റ് ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് അതിലേക്ക് പിന്നെ വെക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ബോട്ടിലുണ്ടല്ലോ അതും അതിൻ്റെ പുറത്ത് കൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടി കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. പിന്നെ ഗ്യാസ് അടുപ്പും ക്ലീൻ ആക്കാനുണ്ട്. പിന്നെ ഞാൻ വേഗം ഒന്ന് കബോർഡൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. അത് ഞാൻ ഫുള്ളും കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കബോർഡ് ഒരു ഗ്ലാസ് ടൈപ്പാണ് വരുന്നത്. അതുകൊണ്ട് വെള്ളം നനച്ചിട്ട് തുടച്ചെടുക്കാം കേട്ടോ. വേറെ ലിക്വിഡൊന്നും ഒഴിക്കാൻ പറ്റില്ല, പക്ഷെ വെള്ളം കൊണ്ട് നല്ലോണം തുടച്ചെടുക്കാം. നല്ല ക്ലീൻ ആവും ചെയ്യും. നമ്മൾ ഗ്ലാസ് തുടച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ ബാക്കിയുള്ളതെല്ലാം തുടച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗ്യാസ് അടുപ്പുമ്മലൊക്കെ ക്യാൻഡിൽസിൻ്റെ ഒക്കെ ആയിരുന്നു. അതിങ്ങനെ കിച്ചൺ വൈബ്സ് കിട്ടാനുണ്ടാവും. അതുകൊണ്ട് ക്ലീൻ ആക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാ കറിയും പോയി കിട്ടും. ഞാൻ അധികം ഈ വൈബ്സ് വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ആക്കൽ. എന്നിട്ട് പിന്നെ ക്ലോത്ത് കൊണ്ട് ഒന്നുകൂടെ തുടയ്ക്കുക ചെയ്യൽ കേട്ടോ. ഇനി അവസാനം ഈ സിങ്കും കൂടി ഒന്ന് കഴുകി കഴിഞ്ഞാൽ ഏകദേശമൊക്കെ പണി കഴിഞ്ഞ്. ഇനി മുകളിലത്തെ ഒരു 3 ഡോറുണ്ട് ക്ലീൻ ആക്കാൻ.
അത് ഞാൻ രാത്രിയാക്കാൻ വിചാരിച്ചു. അത് ഫ്രിഡ്ജും കൂടി രാത്രി ക്ലീൻ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാം കൂടി എടുക്കാനുള്ള ടൈമില്ല, അതാണ് മെയിൻ കാരണം. പിന്നെ ഈ ഒരു ഫ്രൈ പാനും ഞാൻ നിക്ഷയിൽ നിന്ന് വാങ്ങി വെച്ചതാണ്, പക്ഷേ ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ ഞാൻ എടുത്തേക്കാൻ വിചാരിച്ചു. കാരണം മാഷാ അല്ലാഹ് ഇപ്പോൾ ആവശ്യത്തിന് എല്ലാ പാത്രങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഇത് കൂടെ എടുക്കേണ്ട വിചാരിച്ചിട്ട് അത് അങ്ങനെ തന്നെ വെക്കാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ കിച്ചൺ ക്ലീനാക്കി കഴിഞ്ഞ് നല്ല ഫ്രഷ് ഫീലിംഗ്, ഒരു അടിപൊളി. ഇത്രയും കഷ്ടപ്പെട്ടാലും നല്ല ക്ലീനായി കിട്ടിയപ്പം ഒരു സമാധാനം. ഒന്നാമത് എനിക്ക് ടൈമില്ല, അതാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങാത്തത് തന്നെ. പിന്നെ ആ കൗണ്ടർ ടോപ്പിലുള്ള സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് ഞാനിപ്പോൾ ഓഫർ നടക്കുന്ന സമയത്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല അടിപൊളി സാധനമാണ്. കാരണം നമ്മൾ ഈ മരത്തിൻ്റെ കട്ടിംഗ് ബോർഡിൽ കട്ട് ചെയ്യുമ്പോൾ എന്തായാലും ചെറിയ ചെറിയ പൊടിയാവും. പക്ഷേ ഇങ്ങനത്തെ സ്റ്റീലിലാവുമ്പം ഒന്നും ആവില്ല. ഭയങ്കര ഹെൽത്തി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. മറ്റേ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും മരത്തിൻ്റെ പൊടി ഇങ്ങോട്ട് ഇളകി വരും കേട്ടോ കുറേ കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങളിൽ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി നോക്കൂ സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ്. ഫ്ലിപ്കാർട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആണ്. 200 സംതിങ് 300 സംതിങ് ആ ഒരു പ്രൈസേ വരുന്നുള്ളൂ. അപ്പം ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ പറഞ്ഞില്ല റാക്കിൻ്റെ മുകളിലുള്ള കപ്പ്, പിന്നെ കുറച്ച് സാധനം പാടി ക്ലീൻ ആക്കാനുണ്ട്. അത് ഞാൻ രാത്രി ക്ലീൻ ആക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കഴിയുകയാണെങ്കിൽ ഞാൻ അതും കൂടി വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.